എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഉപകാരമുള്ള വീഡിയോ ആണ്, നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനിങ്. അപ്പോൾ ഇപ്പോൾ ഓണമൊക്കെ അടുത്ത് വരുന്നു, അപ്പോൾ കുറച്ചധികം ക്ലീനിങ്ങും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമൻ്റായിട്ട് അറിയിക്കുക, അല്ലെങ്കിൽ ഒരു ഹാർഡൊക്കെ തന്നൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കറണ്ടിൽ നിന്നുള്ള കണക്ഷൻ ഉണ്ടല്ലോ, അതെല്ലാം അങ്ങ് ഊരി സ്വിച്ച് ഓഫ് ചെയ്ത് ഊരിയിടുക കേട്ടോ. നമ്മൾ സ്വിച്ച് മാത്രം ഓഫ് ചെയ്താൽ പറ്റത്തില്ല, അത് കണക്ഷൻ ഉണ്ടെങ്കിൽ അതിൽ കറണ്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതും കൂടെ അങ്ങ് ഊരി അങ്ങ് ഇട്ടിട്ട്, എന്ന് വെച്ചാൽ വെള്ളവും ഒക്കെ നമുക്കിനി തുടച്ച് ക്ലീൻ ആക്കാനുണ്ടല്ലോ ഫ്രിഡ്ജിനകത്ത്. അതുകൊണ്ട് മൊത്തത്തിലൊന്ന് ഊരി സ്വിച്ചൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്ക് അത് ക്ലീൻ ചെയ്ത് എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഡോറിലുള്ള സാധനങ്ങളെല്ലാം ഒന്ന് പറക്കി മാറ്റി വയ്ക്കാം കേട്ടോ. അതിപ്പോൾ നമ്മൾ അടുക്കളയിലോ അവിടെ ഇവിടെ ഒന്നും വാരി ഇടാതെ തന്നെ നമുക്കൊരു ബാസ്ക്കറ്റ് എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് നമുക്ക് അതിൽ തന്നെ എടുത്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് തിരിച്ചത് വയ്ക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. അങ്ങനെ ഡോറിലുള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് മാറ്റി. അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രിഡ്ജിനകത്തുള്ള സാധനങ്ങൾ അതുപോലെ എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കാം. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ എടുത്ത് വയ്ക്കാൻ എളുപ്പമാണ്. ഡോറിലിരുന്ന സാധനങ്ങൾ ഏതാണ്, അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്തിരുന്ന സാധനങ്ങൾ ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ പെട്ടെന്ന് ചിലപ്പോൾ നമുക്കിനി എടുത്ത് വയ്ക്കാൻ സമയമില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഇതുപോലൊരു ബാസ്ക്കറ്റിൽ എന്തെങ്കിലും ആക്കി നമുക്ക് എവിടെയെങ്കിലും വയ്ക്കാം. പിന്നെ കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം സമയത്തിനനുസരിച്ച് എടുത്ത് അതാത് സ്ഥാനത്ത് വച്ചാൽ മതിയല്ല. ഇനി നമ്മൾ സാധനങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം നമ്മുടെ ഫ്രിഡ്ജിനകത്തുള്ള ഗ്ലാസും കുറേ സ്റ്റാൻഡുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം ഒന്ന് പുറത്തെടുക്കാം. പിന്നെ സാധനങ്ങൾ എനിക്ക് അധികം ഇല്ലായിരുന്നേ. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ ഞാൻ ഒരു 3-4 ദിവസത്തേക്ക് മുമ്പേ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം ഫ്രിഡ്ജിനകത്തുള്ള സാധനങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു, പുതിയതൊന്നും വാങ്ങിച്ച് വച്ചില്ല. അതുകൊണ്ട് അധികം സാധനങ്ങളൊന്നും ഫ്രിഡ്ജിൽ ഇല്ലായിരുന്നു കേട്ടോ, എടുത്ത് മാറ്റാനൊന്നും. അതുകൊണ്ട് കുറച്ച് സാധനങ്ങളേ ഉള്ളുമായിരുന്നേ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ക്ലീൻ ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. ഈ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എല്ലാ സാധനവും കൂടെ വാരി പുറത്തിട്ട് കാണുമ്പോൾ തന്നെ എന്തോ ഒരു ബുദ്ധിമുട്ടും പോലെ തോന്നും. മറ്റേ നമ്മൾ ഉപയോഗിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ആകുമ്പോൾ നമ്മളിതുപോലെ മാറ്റി കിച്ചണിലോട്ട് വയ്ക്കുമ്പോഴേ നമ്മുടെ മനസ്സിനൊരു സമാധാനം. ഇല്ലെങ്കിൽ ഇത്രയും സാധനങ്ങൾ, ഇത്രയും ഇനി ക്ലീൻ ചെയ്യണം, തിരിച്ച് വയ്ക്കണം എന്നുള്ള ടെൻഷനൊക്കെ കാണുമല്ലോ. അങ്ങനെ മാക്സിമം ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ 2 ദിവസത്തിന് മുമ്പ് നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് എല്ലാം ഒന്ന് ഉപയോഗിച്ചതിന് ശേഷം ക്ലീൻ ചെയ്യാൻ നിൽക്കുന്നതാണ് എളുപ്പം കേട്ടോ. അങ്ങനെ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് സാധനങ്ങളുണ്ടല്ലോ, അതിനകത്തിരുന്ന ഫ്രിഡ്ജിലിരുന്ന സ്റ്റാൻഡും ഗ്ലാസ് പോലത്തെ സാധനങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. അത് നമുക്ക് സ്ക്രബ്ബർ, അങ്ങനത്തെ സ്പോഞ്ച് പോലത്തെ സാധനങ്ങളിട്ട് കഴുകാമല്ലോ. സ്ക്രബ്ബർ പോലത്തെ സാധനം, സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉണ്ടല്ലോ, അതൊന്നും ഇട്ട് ഉരച്ച് കഴുകാതിരിക്കുന്നത് നല്ലത് കേട്ടോ. അതിൽ പോറലൊക്കെ വീണ് പിന്നെ ഇതുപോലെ വെള്ള പോലത്തതൊക്കെ ആണെങ്കിൽ അത് പിന്നെ കറുത്ത് ഇരിക്കും അതിനൊക്കെ. അതുകൊണ്ട് നമ്മൾ സ്പോഞ്ച് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് മാത്രം നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുക. പിന്നെ നമ്മുടെ ഈ ഫ്രിഡ്ജില്ലാത്തൊരു അടുക്കള നമ്മുടെ അമ്മമാർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജ് എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ജോലിയൊക്കെ ഉള്ള അമ്മമാരാണെങ്കിൽ നമ്മൾ ഒരാഴ്ചത്തേക്ക് 2-3 ദിവസത്തേക്കൊക്കെ ഉള്ള സാധനങ്ങൾ കുക്ക് ചെയ്ത് വയ്ക്കുകയും അല്ലാതെ കട്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ മീൽ പ്ലാനൊക്കെ ചെയ്ത് പ്രിപ്പറേഷൻ ചെയ്ത് വയ്ക്കുന്നതൊക്കെ ഫ്രിഡ്ജിലാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഫ്രിഡ്ജ് നല്ല വൃത്തിയായിട്ടും നീറ്റായിട്ടും സൂക്ഷിക്കുക. നമ്മൾ ഫുഡ് ഐറ്റം ആയാലും പാചകം ചെയ്തതൊക്കെ വയ്ക്കും, പിന്നെ അത് നമ്മൾ എടുത്ത് കഴിക്കാനുള്ളതാണ്. അത്രയും ബാക്ടീരിയകളൊക്കെ ഫ്രിഡ്ജിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാക്സിമം നമ്മൾ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് എടുക്കട്ടെ. അപ്പോൾ ഞാനും മാസത്തിലൊരിക്കൽ ക്ലീൻ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുക. നമ്മൾ ഒത്തിരി നാളായി ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ട് ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മാസത്തിലൊരിക്കലൊക്കെ ഇതുപോലെ സമയം കിട്ടുന്നതനുസരിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അധികം ക്ലീനിങ് കാണത്തില്ല. നമ്മൾ കിച്ചണിൽ ക്ലീൻ ചെയ്യുമല്ലോ, ഇങ്ങനെ ഡെയിലി ക്ലീൻ ചെയ്ത് വരുമ്പോൾ പിന്നെ അധികം ക്ലീനിങ് കാണില്ല. അതുപോലെയാണ് ഫ്രിഡ്ജ് നമ്മൾ മാസത്തിലൊരിക്കൽ ഇങ്ങനെ സമയം കിട്ടുന്നതനുസരിച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. ക്ലീൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി കഴുകിയ എല്ലാ സാധനവും ഒന്ന് വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണക്കിയിട്ട് നമ്മൾ ഇതെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ തുണിയൊക്കെ കൊണ്ട് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് വയ്ക്കുക. അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ക്ലീൻ ചെയ്തെടുക്കുക. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാൻ ചെയ്യും. അങ്ങനെ അതാ മൊത്തം ഞാൻ ഒന്ന് നമ്മുടെ സാധാ പാത്രങ്ങൾ കഴുകുന്ന ലിക്വിഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിട്ട് കഴുകിയെടുത്താൽ മതി കേട്ടോ.
വേറെ അധികം കറയും വൃത്തികേടൊന്നും കാണത്തില്ല. നമ്മൾ സാധാരണ എല്ലാവരും മിക്കവാറും ക്ലീൻ ചെയ്ത് വയ്ക്കുന്നതായിരിക്കുമല്ലോ. അഥവാ അങ്ങനെ ഒത്തിരി ക്ലീൻ ചെയ്യാനുള്ളവരാണെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡയും വിനാഗിരിയൊക്കെ ഇട്ടിട്ട് ഇത് ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം കേട്ടോ. ഒത്തിരി ഇങ്ങനെ വൃത്തികേടായി പോയെങ്കിൽ മാത്രം, അഥവാ വലിയ ബാക്ടീരിയ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഇത് നല്ലതാണ്. ബാക്ടീരിയ പോകാൻ നമ്മുടെ വിനാഗിരി ബേക്കിംഗ് സോഡയൊക്കെ. ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ സ്ഥിരം ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്ന ഫ്രിഡ്ജാണെങ്കിൽ നമുക്ക് വേറൊന്ന് ചേർക്കേണ്ട കാര്യം. സാധാരണ നമ്മൾ ലിക്വിഡോ അല്ലെങ്കിൽ പാത്രം കഴുകുന്ന സോപ്പോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്താൽ മാത്രം മതി. അങ്ങനത്തെ ഞാൻ എല്ലാം ഒന്ന് നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് നമ്മൾ എത്ര വൃത്തിയാക്കി വച്ചിരുന്നാലും പിന്നെ നമ്മളതൊന്ന് വൃത്തിയാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണല്ലോ. അതുകൊണ്ട് എന്തായാലും ഈ ഓണം ആയതുകൊണ്ട് എല്ലാവരും മസ്റ്റായിട്ട് ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നീറ്റാക്കി വയ്ക്കാൻ ശ്രമിക്കാം കേട്ടോ. അങ്ങനെ എല്ലാം ഒന്ന് കഴുകി മാറ്റി വയ്ക്കാം. നമ്മുടെ ഫ്രിഡ്ജിനകത്തുള്ള സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചാൽ ഇനി നമുക്ക് ഫ്രിഡ്ജിനകം ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരു കോട്ടൻ്റെ തുണി കൊണ്ട് ആ പൊടിയുടെ അഴുക്കെല്ലാം ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. വെള്ളമൊന്നും തൊടേണ്ട ആവശ്യമില്ല. വെള്ളം തൊട്ടാൽ നമുക്ക് പെട്ടെന്ന് അത് തുടച്ചെടുക്കാൻ പാടാണ്. അതുകൊണ്ട് കോട്ടൻ്റെ ഒരു തുണിയോ അല്ലെങ്കിൽ ബനിയൻ്റെ തുണി ഉണ്ടല്ലോ, ഞാൻ എൻ്റെ പഴയ ബനിയൻ്റെ ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് വൃത്തിയായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാം ഒന്ന് നല്ലതായിട്ട് മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കാം. നമ്മുടെ ഫ്രീസറും ഫ്രിഡ്ജും എല്ലാം നല്ലതായിട്ട് തുടച്ചതിന് ശേഷം പിന്നെ നമുക്ക് വെള്ളം എന്തെങ്കിലും മുക്കി ഒന്നും കൂടെ പിഴിഞ്ഞ് ഒന്നും കൂടെ ഒന്ന് തുടച്ച് എടുക്കണം കേട്ടോ. അപ്പം നല്ല ക്ലിയർ ആയിട്ടിരിക്കും. പിന്നെ ഇതുപോലെ ഡോറിൻ്റെ സൈഡൊക്കെ ഉണ്ടല്ലോ, അത് ഇതുപോലെ കൈ കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ കാണുമല്ലോ. അപ്പം നമ്മളിതുപോലൊരു പഴയ ബ്രഷ് എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ, അതെടുത്ത് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിട്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും. എല്ലാ ചെറിയ പൊടികൾ, കറുത്ത എന്തെങ്കിലുമൊക്കെ അഴുക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഈ ഭാഗത്ത് സ്ഥിരമായിട്ടുള്ളതാണ്. നമ്മൾ എന്നൊക്കെ വൃത്തിയാക്കിയാലും ഇത് കാണാം. അപ്പോൾ അതിങ്ങനെ ബ്രഷ് ഉപയോഗിച്ച് മൊത്തത്തിലൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് എടുക്കുക. ഇനി ലാസ്റ്റ് പിന്നെ നമുക്ക് കുറച്ച് ഒരു പഴയ പാത്രത്തിൽ ഇതുപോലെ വെള്ളം എടുത്തിട്ട് ഒരല്പം ഷാമ്പൂ ഇട്ട് കൊടുക്കുക. ഒരു ഷാമ്പൂ, പകുതി ഷാമ്പൂ, കാല് ഷാമ്പൂ ഒന്നും വേണ്ട, കുറച്ച് മതി. എന്ന് വെച്ചാൽ നല്ല പതയല്ലേ, നമുക്ക് പതയല്ല ആവശ്യം, ഒന്ന് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയാണ് ഞാനിത് എടുത്തത്. കുറച്ച് ഷാമ്പു വെള്ളത്തിൽ കലക്കിയിട്ട് പിന്നെ നിങ്ങൾക്ക് അധികം അഴുക്കും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉള്ളവരാണെങ്കിൽ കുറച്ച് കോൾഗേറ്റും കൂടെ ചേർക്കുക. അപ്പോൾ എനിക്ക് അങ്ങനെ അധികം അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കോൾഗേറ്റ് ഒന്നും ഇട്ടിട്ടില്ല. നമ്മുടെ സാധാ ഷാമ്പു ഉണ്ടല്ലോ അത് തന്നെ, അത് വെള്ളത്തിൽ കലക്കി ഇതുപോലൊരു തുണിയിൽ മുക്കി ഒന്ന് പിഴിഞ്ഞ് എല്ലായിടും ഒന്ന് തുടച്ചെടുക്കുക. നല്ല മണം കിട്ടും കേട്ടോ. നമ്മുടെ ഫ്രിഡ്ജിൽ എന്തെങ്കിലും സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു മണം കിട്ടാൻ വേണ്ടി ഇത് സഹായിക്കും. നിങ്ങൾ എന്തായാലും ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ മനസ്സിലാവും. പലതരം നമ്മൾ ഫുഡ് ഐറ്റംസും ഒക്കെ അല്ലേ ഇതിനകത്ത് വയ്ക്കുന്നത്, അപ്പോൾ അതിൻ്റേതായ സ്മെല്ലും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ഇതുപോലെ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലൊക്കെ കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ നല്ലതായിട്ട് അകം മൊത്തവും തുടച്ചതിന് ശേഷം ഒന്നും കൂടെ തുണിയൊക്കെ പിഴിഞ്ഞിട്ട് സാധാ വെള്ളമോ അല്ലെങ്കിൽ ഷാമ്പൂ ഉള്ള വെള്ളം ഏതെങ്കിലും വെള്ളത്തിൽ ഇതുപോലെ പുറം കൂടെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. നല്ലതായിട്ട് പിഴിഞ്ഞതിന് ശേഷം മാത്രം തുടച്ചെടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അകം ക്ലീൻ ചെയ്തതിന് ശേഷം പുറം ക്ലീൻ ചെയ്യാൻ ചിലപ്പോൾ മറന്നു പോകും. അപ്പോൾ പൊടിയും നമ്മൾ എപ്പോഴും ഇങ്ങനെ ഡോറൊക്കെ തുറന്ന് എടുക്കുന്നതല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ അഴുക്കും കാര്യങ്ങളൊക്കെ പറ്റി പിടിച്ചിരിക്കുക. അപ്പോൾ അതെല്ലാം ഒന്ന് മാറാൻ വേണ്ടി പുറമൊക്കെ ഒന്ന് തുടച്ച് നല്ല വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകവും പുറമൊക്കെ വൃത്തിയായി. ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള സ്റ്റാൻഡും ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് എടുത്ത് അതാത് സ്ഥാനത്ത് വയ്ക്കട്ടെ. അപ്പോൾ ഞാൻ വെയിൽ അധികം ഇല്ലാത്തതുകൊണ്ട് വെയിലത്തൊന്നും വെച്ച് ഉണക്കിയില്ല. അപ്പോൾ എനിക്ക് അധികം സാധനങ്ങൾ ഇന്ന് വയ്ക്കാനുമില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ തുടച്ചില്ല. പിന്നെ വയ്ക്കാൻ സമയത്ത് ഒന്ന് കോട്ടൻ്റെ തുണി എന്തെങ്കിലും വെച്ച് തുടയ്ക്കാമെന്ന് വിചാരിച്ചേ. അധികം സാധനങ്ങളില്ല എനിക്കിനി. ഓണത്തോടനുബന്ധിച്ചുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വയ്ക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ആദ്യമേ ഫ്രിഡ്ജ് അങ്ങ് ക്ലീൻ ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ സാധനങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ തുടയ്ക്കാനും നിന്നില്ല, മൊത്തത്തിലെല്ലാം ഇത് എടുത്ത് അതാത് സ്ഥാനത്ത് വെച്ച്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, അതുപോലെ ഒരു ഹാർട്ടൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടാൽ നമ്മുടെ ഫ്രിഡ്ജ് നല്ല പുതിയ ഫ്രിഡ്ജ് പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കുക.
ഇനി കുറച്ച് നമ്മളിപ്പോൾ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ, ചിക്കനോ മീനോ. അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇനി നമ്മൾ ഈ ചിക്കനും മീനും ഒക്കെ ഫ്രീസറിൽ വയ്ക്കുമ്പോൾ ഇതുപോലൊരു പാത്രം, ഏതെങ്കിലും നമ്മളെ കയ്യിലുള്ള സ്റ്റീലോ പ്ലാസ്റ്റിക്കോ ഏതെങ്കിലും ഒരു പാത്രത്തിനകത്ത് വെച്ചിട്ട് ഇതുപോലെ വയ്ക്കേട്ടാ. കവറിൽ വെച്ചിട്ട് പാത്രത്തിനകത്തൊക്കെ അങ്ങ് വയ്ക്കുമ്പം നമ്മുടെ ഫ്രീസറിനകത്ത് വലിയ സ്മെല്ലും വരത്തില്ല. പിന്നെ അതിൻ്റെ ബ്ലഡോ അതിൻ്റെ വെള്ളമോ ഒന്നും നമുക്ക് വീഴാതെ ആ പാത്രത്തിൽ തന്നെ കിടക്കും. നമുക്ക് പിന്നെ ആ പാത്രം എടുത്ത് കഴുകിയാൽ മതി. അപ്പോൾ ഫ്രീസർ നല്ല വൃത്തിയായിട്ട് ഇരിക്കുക. അപ്പോൾ ഇനി ഫ്രീസറിനകത്ത് എന്ത് വെച്ചാലും അതുപോലെ ചെയ്യുക. പിന്നെ നമ്മുടെ അകത്ത് പുറത്തെടുത്ത കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം ഒന്നും കൂടെ ഒന്ന് തുടച്ചിട്ട് അകത്ത് വയ്ക്കുക. എന്തായാലും അകത്തിരുന്ന അഴുക്കും പൊടികളും എല്ലാം ഇതിനകത്ത് കാണുമല്ലോ. അപ്പോൾ അതുകൂടെ എടുത്തങ്ങ് വയ്ക്കാതെ എല്ലാം അതേപോലെ തുടച്ച് വൃത്തിയാക്കി നമുക്ക് അങ്ങ് വയ്ക്കാം. പിന്നെ നമ്മളെ ഫ്രിഡ്ജ് ഇങ്ങനെ കുറച്ച് എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കാൻ നമ്മൾ മാസത്തിലൊരിക്കൽ വൃത്തിയാക്കുക. പിന്നെ പഴയ സാധനങ്ങൾ തീർന്നിട്ട് മാത്രം നമ്മൾ പുതിയത് വാങ്ങിച്ച് വയ്ക്കുക കേട്ടോ. വീണ്ടും പഴയതിരിക്കുമ്പോൾ വീണ്ടും പുതിയത് വാങ്ങിച്ച് വയ്ക്കുമ്പോൾ പഴയത് അവിടെ ഇരുന്ന് ചീഞ്ഞ് അങ്ങ് പോകും. മറ്റ് ഫ്രിഡ്ജും കാണുമ്പോൾ തന്നെ ഒരു അലമാര പോലെ ഇരിക്കും. അതുകൊണ്ട് നമ്മൾ പഴയതൊക്കെ തീർന്നതിന് ശേഷം പുതിയത് വാങ്ങിച്ച് വയ്ക്കുക. പിന്നെ എന്തെങ്കിലും കറി, പാല് എന്തെങ്കിലുമൊക്കെ നമ്മളെ ഫ്രിഡ്ജിനകത്ത് തൂവിപ്പോവല്ലോ കയ്യിൽ നിന്ന്, അറിയാതെയൊക്കെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അപ്പം തന്നെ ഒന്ന് തുടച്ച് മാറ്റേട്ടോ. പിന്നത്തേക്ക് വയ്ക്കാതെ അപ്പം തന്നെ തുടച്ച് വൃത്തിയാക്കിയിടുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജ് എപ്പോഴും വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.